കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. വാസ്തുദോഷങ്ങൾക്ക് പരിഹാരം. വാസ്തു സംബന്ധമായ അറിവില്ലായ്മയും അശ്രദ്ധയുമാണ് വാസ്തുദോഷങ്ങളുടെ പ്രധാന കാരണങ്ങൾ. ഗ്രഹനിർമ്മാണത്തിനുള്ള വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വാസ്തുശാസ്ത്രവിധികൾ പാലിച്ചാൽ ദോഷങ്ങൾ ഒന്നും തന്നെ ബാധിക്കുകയില്ല. എന്നാൽ അങ്ങനെ പാലിക്കാത്തവർ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. ഗ്രഹത്തിന് ദോഷങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് വാസ്തുശാസ്ത്രം വ്യക്തമായ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. പൊതുവായി കണ്ടുവരാറുള്ള ചില വാസ്തുദോഷങ്ങളും അവയുടെ പരിഹാരങ്ങളും പറയാം. 1. ഗ്രഹനിർമ്മാണ സമയത്തെ വാസ്തുപൂജ, വാസ്തുബലി, ഗണപതി ഹോമം എന്നിവ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ അവയ്ക്കുള്ള പരിഹാരം ചെയ്യണം. വാസ്തുബലം കൂട്ടുവാനും ക്ഷുദ്രശക്തികളെ അകറ്റി നിർത്തുവാനുള്ള പൂജകളാണിവ. 2. ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം ഗ്രഹവാസികളിൽ കുറയുന്നതിനെ വാസ്തുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ്. ഗ്രഹനാഥന്റെയും ഗ്രഹവാസികളുടെയും ഗ്രഹനില മനസ്സിലാക്കിയതിനു ശേഷം അതിനുവേണ്ട പരിഹാര ക്രിയകൾ ചെയ്യണം. 3. ഗ്രഹത്തിന് മർമ്മദോഷമുണ്ടോ എന്ന് പരിശോധിക്കണം. ഗ്രഹനിർമ്മാണ സമയത്തെ നമ്മൾ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വാസ്തുദേവന്റെ മർമ്മത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന അവസ്ഥയാണ് മർമ്മദോഷം. മർമ്മദോഷങ്ങൾ വാസ്തുപുരുഷനെ അസ്വസ്ഥമാക്കുന്നത് ഗ്രഹവാസികളുടെ സ്വസ്ഥതയെ ബാധിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ പരിഹാരം ചെയ്യണം. ദോഷങ്ങൾ മാറിക്കോളും. 4. ചില ഭവനങ്ങളെ വാസ്തുദിക്കുകൾ വഴിയുള്ള ദോഷങ്ങൾ ബാധിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്കുള്ള പരിഹാരങ്ങൾ ചെയ്യണം. 5. ഗ്രഹങ്ങളിൽ അനുകൂല യന്ത്രങ്ങൾ എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കുന്നതും ഗ്രഹവാസികൾ യന്ത്രങ്ങൾ ധരിക്കുന്നതും മികച്ച പരിഹാര മാർഗങ്ങളാണ്. പ്രഭാതത്തിലും സായസന്ധ്യയിലുമുള്ള മന്ത്രോച്ചാരണങ്ങളോ പ്രാർത്ഥനകളോ കൂടുതൽ ഫലം നൽകും. കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.